ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ആക്സലോട്ടിലിൻ്റെ എഗ്സ് നമ്മൾ വാങ്ങിച്ചത് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്സലോട്ടിൻ്റെ എഗ്സ് നമ്മളൊരു 9 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറച്ചെണ്ണമൊക്കെ വിരിഞ്ഞു തുടങ്ങി. നമ്മൾ നോക്കിയാൽ കാണാം, ഇതിനകത്ത് ഒരു ആക്സലോട്ടിൻ്റെ കുഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മീനിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ നമ്മൾ ഇൻഫസോറിയോ നമ്മുടെ മൈക്രോവേമോ പിന്നെ ഇവ കുറച്ചും കൂടി വലിയ കുഞ്ഞുങ്ങളായ കാരണം നമുക്ക് മൊയിന സ്ട്രാറ്റായിട്ട് തന്നെ മൊയിനയുടെ ബേബീസിനെ ഫീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് മൊയിനയുടെ കൾച്ചർ നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു വിരിഞ്ഞ് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റേ മൊയിനയുടെ ടാങ്കിലാണ് ആദ്യം ഇട്ടിരുന്നത്. പക്ഷേ എന്താണ്, നമ്മളൊരു ദിവസം ശ്രദ്ധിച്ചപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഈ എഗ്സിൽ മൊയിന വന്ന് ഫീഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതായത് മൊയിന അതിനകത്ത് കടിച്ച് ഫീഡ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ നമ്മളത് കാരണം അതിനെ മാറ്റി. ഇപ്പോൾ ഏകദേശം അത് വിരിഞ്ഞ് തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മൊയിനയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആഡ് ചെയ്തത്. പിന്നെ നമ്മൾ മൈക്രോവേം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് മൈക്രോവേമും ഇതിന് ഫീഡ് ചെയ്താൻ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇത് മുഴുവൻ വിരിഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഇപ്പോഴും ഒരു 6-7 എഗ്സ് ഇനിയും വിരിയാൻ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളെല്ലാം വിരിഞ്ഞ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ആക്സിലോട്ടിൽ ബേബി ആയിട്ട് വാങ്ങണമെങ്കിൽ തന്നെ ഒരു 20-30 പൗണ്ടൊക്കെയാണ് വില. അപ്പോൾ നമ്മളെന്തായാലും ഈ മുട്ട വാങ്ങിക്കാൻ അധികം പൈസ ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മളങ്ങനെ വാങ്ങിച്ചത്. നമ്മുടെ ഒരു 2 എണ്ണം അഡൽട്ട് സൈസായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊന്ന് വിരിയിച്ച് നമുക്ക് വലുതാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പെയറുകൾ കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. കാരണം കുറച്ച് മാർക്കറ്റുള്ളൊരു ഇതാണ് ആക്സിലോട്ടിൽ. അപ്പോൾ അത് കാരണം നമ്മൾ ആ ഒരു കാറ്റഗറി എടുക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ അതിന് കുഴപ്പമില്ല, കാരണം ഹീറ്റർ ആവശ്യമില്ല. ഒരു 14 ഡിഗ്രി വരെയൊക്കെ അതിൻ്റെ വെള്ളം അതൊക്കെയാണ് അവർക്ക് ബെസ്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ. അപ്പോൾ അത് കാരണം അവയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റും. നമ്മൾ നോർമൽ ഇങ്ങനത്തെ ഒരു ഇത് സെറ്റപ്പ് ചെയ്ത് വെച്ച് നമ്മൾ ഗാർഡൻ ഷെഡിൽ ഓൾറെഡി ഇൻസുലേറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഹീറ്ററും അക്വേറിയങ്ങളിൽ ഹീറ്ററുള്ള കാരണം അതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ ഒരു നോർമൽ ഹൗസിൻ്റെ ഉള്ളിലുള്ളൊരു ടെമ്പറേച്ചറാണ്. അപ്പോൾ അവയ്ക്ക് പ്രത്യേകം ഹീറ്റർ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കാരണം ഇവർ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവ വിരിഞ്ഞ് ഇവറ്റങ്ങൾക്കുള്ള ഫീഡിങ്ങും അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അതിനെ വലുതാക്കി എടുക്കുന്നതും എല്ലാം നമ്മുടെ വീഡിയോയിൽ ചെയ്യാം. നമ്മൾ ഓൾറെഡി നമ്മുടെ ബേബീസിനെ വാങ്ങിച്ച് വലുതാക്കി എടുത്തതിൻ്റെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അത് ഓൾറെഡി ഇപ്പോൾ ഏകദേശം ഒരു സ്കെയിലിൻ്റെ നീളമായി 15 സെൻറ്റിമീറ്ററിൻ്റെ ഒക്കെ അത്രയായി അതിൻ്റെ വലുപ്പം. അഡൽട്ട് സൈസായി. നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത് രണ്ടും, നമ്മൾ ബേബീസ് 2 എണ്ണം വാങ്ങിച്ച് വലുതാക്കി എടുത്തത് രണ്ടും ഫീമെയിലാണ്. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് മെയിൽസിന് ആവശ്യമുണ്ട് ബ്രീഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ എഗ്സ് വാങ്ങിച്ചേക്കുന്നത്. ഇത് മിക്സഡ് ടൈപ്പിൻ്റെയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് വൈറ്റും ബ്ലാക്കും പിന്നെ മിക്സഡ് ഗ്രേ കളറും എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് അതിനെ നോക്കിയിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഗാർഡൻ ടാങ്കിൽ ബാക്കി ഫിഷുകൾ, ഗപ്പീസും നമ്മുടെ ഷ്രിമ്പും എല്ലാ സെറ്റപ്പും ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മളെല്ലാത്തിനെയും നമ്മുടെ ടാങ്കുകളിലായിട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ എന്തായാലും ഗാർഡൻ ഷെഡിൽ നമ്മൾ എന്തായാലും അതിനെ ഇൻസുലേറ്റ് ചെയ്ത് നല്ല ടെമ്പറേച്ചറാക്കി ആവശ്യമുള്ളതിനൊക്കെ ഹീറ്ററും കൊടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 6 ടൈപ്പ് ഗപ്പീസ് ഇതിനകത്തുണ്ട്. നമ്മുടെ 2 ടൈപ്പ് ഷ്രിമ്പ് ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മിസ്റ്ററി സ്നെയിലിനും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിക്സർ ഗപ്പീസും അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാം നമ്മുടെ ഗാർഡൻ ഷെഡിലുണ്ട്. ഇത് ക്രിസ്റ്റൽ റെഡാണ്. നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റൽ റെഡ് ഷ്രിമ്പ്. അത് കുറച്ച് എക്സ്പെൻസീവാണ്. കുറച്ച് ടെമ്പറേച്ചർ കുറവ് റേഞ്ച് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ അധികം ടെമ്പറേച്ചർ വേണ്ടാണ്ട് സെറ്റപ്പ് ചെയ്യാവുന്ന എല്ലാ ഫിഷിനെയും ഇങ്ങോട്ട് മാറ്റാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പേസ് നമ്മുടെ അകത്തുള്ള ടാങ്കിൽ കിട്ടും. പിന്നെ ഈ ടാങ്കിൽ നമ്മുടെ മോസ്കോ ബ്ലൂ ഗപ്പീസാണ്. അവർക്ക് ഹീറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർ നല്ല ഹെൽത്തി ആയിട്ട് വലുതായി വരുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള എല്ലാം ഏകദേശം നല്ല പെട്ടെന്ന് വലുതാവുന്നുണ്ട്. നമ്മൾ ഡഫ്നിയ ഫീഡ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് വേമിൻ്റെ ഫ്രോസൺ ഫീഡ് ചെയ്യുന്നുണ്ട്, ആർട്ടിമിയയുടെ ഫ്ലേക്സ്, പിന്നെ ആർട്ടിമിയ ഫ്രോസൺ, ടുബിഫെക്സ് വേം, ഇതെല്ലാ തരം ഫീഡുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ഫീഡുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കാരണം അതിനനുസരിച്ച് പെട്ടെന്ന് വലുതായും വരുന്നുണ്ട് നമ്മൾ. പിന്നെ ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റോൺസാണ്. അതൊക്കെ നമ്മൾ ഇടയ്ക്ക് സീലൊക്കെ പോകുമ്പോൾ എടുത്തുകൊണ്ട് വരുന്നതാണ്. നമുക്ക് ഇഷ്ടംപോലെ കട്ടിൽ ഫിഷ് ബോൺസും അതായത് നമ്മുടെ കടൽനാക്ക് അതും കിട്ടാറുണ്ട്. പിന്നെ കൾച്ചറുകൾ ഇങ്ങോട്ട് മാറ്റി അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഔട്ട്ഡോർ പോണ്ടും ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ.